വയനാട് എംപിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശം നടത്തുകയാണ് PV അൻവർ MLA. എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആള് തന്നെയാണോ രാഹുൽ എന്ന് അൻവറിന് സംശയമുണ്ടെന്നാണ് അൻവർ പറയുന്നത്. രാഹുൽ ഗാന്ധി എന്തോ DNA പരിശോധനയൊക്കെ നടത്തണം, നെഹ്റു കുടുംബത്തിന് അന്തസ്സെന്തോ രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നൊക്കെ പറയുകയാണ്. ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെയാണ്. LDF എടത്തനാട്ടുകാരെ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് PV അൻവറിന്റെ ആ വിവാദ പരാമർശം. കടന്ന വാക്കുകളൊക്കെയാണ്, വേണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. എന്തായാലും വാക്കുകൾ കേൾക്കാം. ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക, നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും. എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ പ്രചരണ വാഹനങ്ങൾ ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ, മറുവശത്ത് ശശി തരൂരിന്റെ പ്രചരണ വാഹനങ്ങളൊക്കെ വരികയാണ്. പ്രചരണ വാഹനങ്ങൾ ഇനി നിറഞ്ഞു കളിക്കുന്ന മണിക്കൂറുകളാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നാളെ വൈകിട്ട് വരെ മാത്രമാണ് സമയം. അതിനുള്ളിൽ പരമാവധി പ്രചരണത്തിലേക്ക് എത്തിക്കണം. അപ്പോ ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് പണിയെടുക്കേണ്ട പോയത് രാജീവ് ചന്ദ്രശേഖർ പ്രചരണ വാഹനം അതുവഴി അങ്ങോട്ടേക്ക് പോവാണ്. ആണ് ഇനി കാര്യം നടക്കും എന്നൊക്കെയാണ് അതിന്റെ ബാക്കി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിഖിൽ പ്രമേഷിലേക്ക് ഒന്ന് പോവുകയാണ്. നിഖിൽ, PV അൻവർ പറയുന്നത് പറഞ്ഞുകൂടാത്ത വർത്താനമാണ്, രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൂടാത്ത വാക്കുകൾ പറയുകയാണ്. അപ്പോ അത് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ ചൂട് ആ വാക്കുകൾക്ക് ന്യായീകരണമല്ല. എന്താണ് അൻവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് പാലക്കാട്ടെ സാഹചര്യം? നിഖിൽ. ഹഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ അദ്ദേഹം BJPയുമായുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം കൊണ്ടാണ് ഈ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ തേടി എത്താത്തത് എന്നുള്ള പരാമർശം ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ PV അൻവറിന്റെ വാവിട്ട വാക്ക് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് രാഹുലിന്റെ DNA പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉറപ്പാക്കണം എന്നുള്ളതാണ്. നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്നതടക്കമുള്ള അങ്ങേയറ്റം അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങളാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്തയാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് താൻ രാഹുൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നതടക്കമുള്ള KC വേണുഗോപാലിനെയൊക്കെ അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായ തരത്തിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എടത്തനാട്ടുകരയിൽ നടന്നിട്ടുള്ള ഒരു പൊതുസമ്മേളനത്തിനിടെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയെ വിജയരാഘവന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു ഈ സംഭവം. ഇത് അങ്ങേയറ്റം അധിക്ഷേപപരമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെയും ഇത്തരത്തിലുള്ള വാവിട്ട വാക്ക്, അത്തരത്തിലുള്ള പ്രയോഗം ഒഴിവാക്കേണ്ട പരാമർശമായിരുന്നു. എന്ന് പറഞ്ഞാൽ DNA പരിശോധന എന്നൊക്കെ പറയുന്ന ഒരു മുതിർന്ന ദേശീയ രാഷ്ട്രീയ നേതാവിനെ പറ്റി, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യേകം ഉണ്ടാകുമ്പോഴും വാക്കുകളുടെ നിലവാരം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഏത് നേതാവിനും പ്രധാനമാണ്. അൻവർ അത് ശ്രദ്ധിക്കും എന്ന് തന്നെ കരുതാം.